കേസുകളാണ് കംപ്ലീറ്റ് ചെയ്യാതെയും അതിന്റെ പീഡ അനുഭവിച്ച മനുഷ്യർ പരശതം വരുന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഞാൻ ഒന്ന് വരാം. ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ നേരത്തെ നിജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് കുറേ ആശയക്കുഴപ്പങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും വീണ ഇവിടെ നിലനിൽക്കാത്ത എക്സലോജിക്കിനോ പറയാൻ പറ്റിയിട്ടില്ല കൊടുത്ത സേവനം എന്താണെന്ന്. ആൻഡ് ആ കരിമണൽ കമ്പനിയുടെ ചീഫ് ഉടമ ഇഡിക്ക് കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സർവീസൊന്നും കിട്ടിയിട്ടില്ല എന്ന്. എൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് പറയുന്നു പിണറായി വിജയനെ പോലെയുള്ള പ്രമാണിയുടെ മകളായതുകൊണ്ട് മാത്രം കൊടുത്ത പൈസയാണ് എന്ന്. സോ അത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിൽ ഞാൻ പറഞ്ഞത് ഈ അന്വേഷണം ജസ്റ്റിഫൈ ചെയ്യപ്പെടുമോ, ജനം വാല്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും കുറേ ഏരിയാസ് CPM-നോ വീണയ്ക്കോ പിണറായി വിജയനോ ഒന്നും വിശദീകരിക്കാൻ കഴിയാത്ത അവിടെ കിടക്കുന്നത് കൊണ്ട് ഇതിലാകപ്പാടെ ഒരു കുഴമറിച്ചിലുണ്ടോ? ഇത് നിഷാദ് ഈ സെലക്റ്റീവ് പൊളിറ്റിക്കൽ ടാർഗറ്റിംഗ് ആണോ ഈ കേസിൻ്റെ പോക്ക്, ED അങ്ങനെയാണോ കൊണ്ടുപോകുന്നത് എന്ന് തോന്നിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി കുറച്ചു കാലം മുമ്പാണ് തുടങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് ജൂൺ 5-ന് അനുമതി കിട്ടുന്നു, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അന്വേഷിക്കാൻ പറഞ്ഞ്. അവരന്വേഷിക്കുന്നു. അപ്പോൾ ഇതിൽ ED പ്രധാനമായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണല്ലോ വളരെ കാര്യമായി ശ്രമിക്കുന്നത്. പക്ഷേ ആ ശ്രമത്തിൽ നിഷാദെ അവർ തെളിയിക്കേണ്ട, അവരിൽ നിന്ന് പുറത്തു വരേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ CMRLൻ്റെ പണം നിയമവിരുദ്ധമായ പേയ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ്, അല്ലെങ്കിൽ നിയമപരമായി അവർ തെളിയിക്കേണ്ട ഒരു സംഗതി. രണ്ടാമത് ആ പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈമായി മാറി എന്നുള്ളതും ED തന്നെ തെളിയിക്കേണ്ട കാര്യമാണ്, ED കൊണ്ടുവരേണ്ട കാര്യമാണ്. മൂന്നാമതോ അത് വീണ അല്ലെങ്കിൽ എക്സാലോജിക്ക് വഴി മറ്റുള്ളവരിലേക്ക് എത്തുകയാണ്. ഇത് വീണ വഴിയും എക്സാലോജിക്ക് വഴിയും മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നുള്ളത് അതും ഇവർ തന്നെ ED തന്നെ അത് അതിൻ്റെ തെളിവ് കൊണ്ടുവരേണ്ടി വരും. ആ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന മറ്റുള്ളവർ എന്ന് പറയുന്ന വ്യക്തികൾക്ക് ആ പണത്തിൻ്റെ ക്രിമിനൽ ഒറിജിനെ പറ്റി അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് തെളിയിക്കേണ്ടി വരുന്ന അടുത്ത ഘട്ടം EDയുടെ ഭാഗത്തു നിന്ന്. അത് വേറൊരു സംഗതിയാണ്. അവർ അത് കൺസീൽ ചെയ്തു എന്നുള്ളത് അടുത്ത ഘട്ടം. ഈ കൺസീൽ ചെയ്തു എന്നുള്ളത് തെളിയിക്കാനാണ് അതിനാണത്രേ ഇപ്പോൾ ഈ റിയാസിൻ്റെ സുഹൃത്തുക്കളെ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ EDയുടെ ഭാഗത്തുണ്ടാകേണ്ടതാണ്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ടാർഗറ്റിംഗ് ആണെന്ന് തോന്നുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരുന്നത്. അതങ്ങനെ ചോദിക്കാൻ കാരണം ഈ സംഗതി എന്ന് പറയുന്നത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ ഓർഡറും അതിനെ തുടർന്ന് SFIOയിലേക്ക് ഷോൺ ജോർജ് കൊടുത്ത പരാതിയും തുടർന്നുള്ള നടപടികളും ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് ED അന്വേഷണത്തിൻ്റെ ഉത്തരവുകളുമാണല്ലോ ഇതിൻ്റെ ബാക്ക് ബോണായിട്ട് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ ഏറ്റവും സുപ്രധാനമായി മറ്റൊരു സംഗതി കിടക്കുന്നുണ്ടല്ലോ. അത് ഈ OC, RC, KK, IK എന്നീ പേരുകൾ, പിന്നെ മീഡിയ അവർക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള പണം, ചില ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള പണം, ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ? സ്വാഭാവികമായും മണി ലോണ്ടറിംഗ് ആണ് CMRLൻ്റെ ഇടപാടിൽ ED അന്വേഷിക്കുന്നതെങ്കിൽ അതിനടിസ്ഥാനം ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കേസാണെങ്കിൽ, അത് കഴിഞ്ഞ് SFI അന്വേഷിച്ച വിഷയമാണെങ്കിൽ, അത് ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണത്തിന് അനുമതി നൽകുമ്പോൾ ഈ അവർ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം മണി ട്രയലിൽ ഇതൊക്കെ വരണമല്ലോ. ഇത് മാത്രമല്ലല്ലോ വരേണ്ടത്. ഈ മണി ട്രയൽ എങ്ങനെയാണ് എന്നുള്ളത് ഇതുകൂടെ അന്വേഷിക്കുമ്പോഴാണല്ലോ കൃത്യമാവുക. അതിന് പകരം കാണുന്നത് എന്താണ് നിഷാദെ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരേ അക്കൗണ്ടിങ് എവിഡൻസിനെ രണ്ട് വ്യത്യസ്ത സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് EDക്ക് പരിശോധിക്കാനാകുമോ, അളക്കാനാകുമോ? ഒരേ എവിഡൻസ്, അക്കൗണ്ടിങ് എവിഡൻസ് ഒരേ രീതിയിലുള്ളതാണ്. അതിന് രണ്ട് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഒന്നിനെ ഞങ്ങൾ അതവിടെ വെച്ചിരിക്കുന്നു, ഒരു സെറ്റ് ഓഫ് അലിഗേഷൻസിനെ അവിടെ വെച്ചിരിക്കുന്നു. പക്ഷേ എക്സാലോജിക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അത് മാത്രം വളരെ കാര്യമായി അന്വേഷിച്ച് അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതെന്തൊരു തരം അന്വേഷണമാണ് EDയുടെ? അതിൻ്റെ ജെന്യുവിനിറ്റിയെക്കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ലേ? എനിക്ക് ഒരാളെയും പേരെടുത്ത് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ആക്ഷേപങ്ങൾ വരുമ്പോൾ ആ ആക്ഷേപങ്ങൾ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ ഉത്തരവിൽ പ്രകടമായിരിക്കെ ഈ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണത്തിലും അത്തരം കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്നിരിക്കെ ആ സെറ്റ് ഓഫ് അലിഗേഷൻസൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുകയും വീണയുടെ മാത്രം പേരുള്ളത് എടുത്ത് മുഴച്ചു നിർത്തി അതിനെ അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലൂസ് ഷീറ്റുകൾ ആണ് ഒരു പ്രശ്നം. ലൂസ് ഷീറ്റുകളിലാണ് നേരത്തെ ഞാൻ ഈ പറഞ്ഞ
OC ഉൾപ്പെടെയുള്ള PV യുടെ പേര് ഇപ്പോൾ ഇതിനകത്ത് ഒരു അപ്ഡേറ്റ് ഞാൻ ഒന്ന് പങ്കുവെക്കട്ടെ ശ്രീ ജയചന്ദ്രൻ. ഇഡി ഇപ്പോൾ ഒരു പ്രസ് നോട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം